തന്നെ രക്ഷിക്കുക എന്നതാണ് പ്രധാനം. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഹലോ ഹലോ ഹലോ, ആരാ? പട്രോളിംഗ് പോലീസാണ് സർ. എന്ത്? പെട്രോൾ ബങ്കോ? പെട്രോൾ പമ്പ് അല്ല സർ, പട്രോളിംഗ് പോലീസ്. ശരിയായി കേൾക്കുന്നില്ല. സാർ ഇപ്പൊ എവിടെയുള്ളേ? ഞാൻ എന്റെ പാർട്ടി ഓഫീസിലേക്ക് പോവുക. നിങ്ങൾ ആരാ? സാർ നിങ്ങളുടെ കാറിൽ ബോംബുണ്ട്. എന്തൊക്കെയോ പറയുന്നു, ഒന്നും കേൾക്കുന്നില്ല. എന്റെ തല്ലിപ്പൊളി ഫോണോ, ഒരു പുല്ലും കേൾക്കുന്നില്ല. ഹലോ സാർ. കോൺസ്റ്റബിൾ വണ്ടി എടുക്ക്. ശരി സാർ. ചേട്ടാ, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് ഒന്ന് പോണം. കേറിക്കോളൂ മാഡം. ആ നമ്പ്യാർ സാർ, കാറിന്ന് പുറത്തിറങ്ങണം. എന്തിന്? ആദ്യം നിങ്ങൾ പുറത്തിറങ്ങണം സാർ. എന്താണോ ഇപ്പഴാ എന്റെ ആളെ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നേ? അതിനിടയ്ക്ക് താൻ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണോ? സാർ ഞാൻ അതിനല്ല വന്നത് സാർ. പിന്നെ വേറെ എന്തിനാണോ? എന്താന്ന് പറ. സർ, സർ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങ്. എല്ലാവരും ഇറങ്ങ്. എന്താ നിങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്? അയ്യോ, ആദ്യം സാറ് കാറിൽ നിന്ന് ഇറങ്ങ്. ഈ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബോ? അയ്യോ! കോൺസ്റ്റബിൾസ്, കാർ മുഴുവൻ സെർച്ച് ചെയ്യും. അതിന്റെ ആവശ്യമില്ല, കാറിന്റെ പുറകിലുണ്ട്, ഞാൻ എടുക്കാം. ഇനി സാറിന് ഒരു ആപത്തും ഉണ്ടാവില്ല. ആരാ മേഡം നിങ്ങൾ ഇത്രയും ധൈര്യം കാണിക്കാൻ? എന്റെ പ്രവർത്തക എനിക്ക് അനിയത്തെ പോലെ. നമ്പ്യാർ സാറിന്റെ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സാറിനെ ഫോൺ വിളിച്ചു പറഞ്ഞ വസുന്ധര, അത് ഞാനാ. ഓ, നിങ്ങളാണോ നേരത്തെ എന്നെ വിളിച്ചത്? സമയത്തിന് എന്നെ വന്ന് നമ്പ്യാർ സാറിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നമ്പ്യാർ സാറിനെ രക്ഷിക്കുന്നത് സാറിനെ ആരാധിക്കുന്ന എന്റെ കടമയാ. സഹോദരി, ചേട്ടാ, എന്നോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടോ? നമ്മുടെ നാടിനോട്, നമ്മുടെ നാടിന്റെ നേതാക്കന്മാരോട് നിനക്ക് എന്തുമാത്രം സ്നേഹമുണ്ട്? നമ്മുടെ നാടിന് ഇതുപോലെയുള്ള ആൾക്കാരെ ആവശ്യം. ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. നമ്പ്യാർ സാറിന്റെ കാറിൽ ബോംബുണ്ടെന്ന് മാഡത്തിന് എങ്ങനെയാ മനസ്സിലായത്? ഒരു മുഖംമൂടി ധരിച്ചയാൾ കാറിന്റെ പുറകിൽ ബോംബ് വെക്കുന്നത് ഞാൻ കണ്ടതാ സർ. ആരായാള്? മുഖംമൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ സാറിനോട്? എനിക്ക് മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല. എസ് ഐ, ആ മുഖം മൂടി ആരാണെന്ന് കണ്ടുപിടിച്ച് വൈകുന്നേരത്തിനുള്ളിൽ ഹാജരാക്കണം. ശരി സർ.
ഉടനെ സെർച്ച് ചെയ്യാം സർ. ഈവനിങ്ങിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാം. ആദ്യം വന്ന പ്രവർത്തക എന്ന് പറഞ്ഞു, ഇപ്പൊ വന്ന് എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. നീ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് ബോംബ് പൊട്ടി ഞാൻ മരിച്ചു പോയേനെ. നീ എനിക്ക് ദൈവത്തെ പോലെയാ. നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി കാണിക്കേണ്ടത്? എന്തിനാ സാർ ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നത്? സത്യത്തിൽ നീ വളരെ ഉയർന്നവളാണ്. ഇത്രയും നാൾ നീ എന്താ എന്റെ മുന്നിൽ വരാത്തത്? ഞാൻ എന്തു പറയാനാ സാർ? ജീവിതം മുഴുവൻ കഷ്ടത്തിലാ. നിന്റെ സഹായത്തിന് ജ്യേഷ്ഠനുണ്ട്. എന്താ ഉണ്ടായതെന്ന് പറ. ആ MLA മുരളീധരന് അഹങ്കാരം കുറച്ച് കൂടുതലാ. ഞാൻ അധികാരത്തിലുണ്ടായിരുന്നപ്പോ ഒരു മിണ്ടാപ്പൂച്ചയായിരുന്നു. ഇപ്പോ പണമെടുത്ത പാമ്പിനെ പോലെ ആടിക്കൊണ്ടിരിക്കുക. അതൊന്നും കാര്യമാക്കണ്ട. നിന്റെ ഭർത്താവിന് ഞാൻ ജാമ്യം വാങ്ങിത്തരാം. വാ, വന്ന് വണ്ടി കയറ. ഒരുപാട് നന്ദിയുണ്ട് സാർ. സാർ, ഈ നമ്പ്യാർ എന്താടോ ഇവിടെ വന്നിരിക്കുന്നത്? അറിയില്ലല്ലോ സാറേ. വാ, പോയി നോക്കാം. ഹലോ, പ്രതിപക്ഷ നേതാവ് നമ്പ്യാർ സാറേ. ഹൗ ആർ യു സർ? എന്താ കളിയാക്കുകയാണോ? നീ ഇപ്പോഴാ ഭരണത്തിൽ കയറിയത്. ഞാൻ 10 വർഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ജനങ്ങൾ തോൽപ്പിച്ചത്? ജയവും തോൽവിയൊന്നും സ്ഥായി ആയതല്ലടോ. അതൊക്കെ പോട്ടെ, സ്റ്റേഷനിലേക്ക് എന്തിനാ വന്നേ? അധികാരമുണ്ടെന്ന് കരുതി നീ കാണിക്കുന്ന പ്രവർത്തികൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാമെന്നതാ. ഒരു പെണ്ണിന് നീ ചെയ്ത ദ്രോഹത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ വന്നതാ. ഞാനൊരു പെണ്ണിനെതിരെ അനീതി കാണിച്ചെന്നോ? ആരാണ് ആ പെണ്ണ്? പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അത് പെണ്ണല്ല, എന്റെ അനുജത്തിയാ. ആ, സഹോദരിയോ? അങ്ങോട്ട് നോക്ക്. ഈ വസുന്ധര നിങ്ങളുടെ സഹോദരിയാണ്, എന്നിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇതെനിക്ക് ജീവൻ നൽകിയ സഹോദരി. വന്നേ, നമുക്ക് പോകാം. എന്താടോ പി എവിടെ നടക്കുന്നത്? ഈ വസുന്ധര എങ്ങനെ നമ്പ്യാരുടെ സഹോദരിയാകും? അറിയില്ല സാർ. രാഷ്ട്രീയക്കാരുടെ അവിശുദ്ധ ബന്ധങ്ങളൊക്കെ സാറിനല്ലേ അറിയാവുന്നേ. എന്താ സാർ വീണ്ടും വന്നത്? സാറിന്റെ ആളിനെ ഞാൻ വിട്ടല്ലോ. നിങ്ങൾ ഇനി ഒരാളെ കൂടി വിടേണ്ടതുണ്ട്. അതാരാണ് സാർ? അഭിറാം. ഡ്രഗ്സ് കേസിലെ പ്രതിയാണ് സാർ അയാള്. കോടതിയിൽ ഹാജരാക്കണം. കോടതിക്ക് 3 ദിവസം അവധിയല്ലേ? ജാമ്യം കൊടുക്കുക. ഇത് ജാമ്യം കിട്ടാത്ത കേസാണെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അറിയില്ലെന്ന് തോന്നുന്നു. അസംബ്ലിയിൽ ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? ഈ കേസിൽ തന്റെ ഇൻവോൾവ്മെന്റ് എന്താ? തന്റെ ഇൻട്രസ്റ്റ് എന്താന്നാ ചോദിച്ചേ? എല്ലാ പണി ഇയാളെ ചെയ്ത് എന്റെ സാറ്. മിണ്ടാതിരിക്കും. അങ്ങനെ സാറ് വിചാരിക്കണ്ട. ഈ കേസിൽ എന്റെ സാറിന് ഒരു പങ്കുമില്ല. എന്നാ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഇരിക്കാൻ പറ. സാറെ, മിണ്ടാതിരിക്കാനാ പറയുന്നത്. എടോ SI, ഇതുപോലുള്ള കേസുകൾ തനിക്കും പുതിയതല്ല, എനിക്കുമല്ല. എന്നോട് ആർഗ്യുമെന്റ് ഒന്നും ചെയ്യാതെ എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ അയാളെ ജാമ്യത്തിൽ വിട്. ഇലക്ഷൻ ഇനി 6 മാസമേ ഉള്ളൂ. കക്ഷിയും മാറും, ഭരണവും മാറും.
ഈ MLA ex-MLA ആകും, ഞാൻ ഉറപ്പായി മിനിസ്റ്ററും ആവും. ഓക്കെ സാർ, സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ അഭിറാമിന് ജാമ്യം നൽകിയേക്കാം. SI പക്ഷേ ഞങ്ങൾക്കും പരിമിതികളില്ലേ സാർ? കണ്ടീഷൻ ബെയിൽ നൽകാം. താൻ എന്താന്ന് വെച്ചാൽ ചെയ്യ്. നിങ്ങൾക്ക് കണ്ടീഷൻ ബെയിൽ അനുവദിച്ചിരിക്കുന്നത്. അതായത് ഈ 3 ദിവസവും രാവിലെ 9 മണിക്കും വൈകുന്നേരം 6 മണിക്ക് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം. ഈ സ്ഥലം വിട്ട് പോകാനും പാടില്ല. പോലീസ് എപ്പോ വിളിച്ചാലും അന്വേഷണത്തിന് എത്തണം. ഇതിന് സഹകരിച്ചില്ലെങ്കിൽ ബെയിൽ റദ്ദായി പോവും. അത് മാത്രമല്ല, നിങ്ങളെ കാണാതായാൽ നിങ്ങളുടെ ഭാര്യയായിരിക്കും അറസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അറിയാം SI സാറേ, ഈ 3 ദിവസം സാറിന് ഞാൻ ഒരു കാരണവശാലും ഡിസപ്പോയിന്റഡ് ആക്കില്ല. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വന്ന് സൈൻ ചെയ്തേക്കാം. സാറിന്റെ പ്ലാൻ വളരെ നന്നായിട്ട് ചെയ്തിരിക്കുകയാണല്ലോ. പക്ഷേ ഒന്ന് മിസ് ചെയ്തു. കാല് തട്ടിയിടാൻ ഒരാളുണ്ടെങ്കിൽ അവന്റെ തലയർത്ത് മാറ്റാൻ മറ്റൊരാളുണ്ടാവും. എന്നെ ജയിലിനകത്തിട്ടാൽ എന്റെ ഭാര്യയെ കരഞ്ഞു വിളിച്ച് ഓടി നടക്കുന്നെന്താ വിചാരിച്ചോ? നിങ്ങളെക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു അധികാരിയെ സ്വന്തം ഏട്ടനായിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ഏത് ഫാമിലിക്ക് വേണ്ടിയാണോ ഏട്ടൻ കഷ്ടപ്പെടുന്നത്, അതേ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഏട്ടനോട് പ്രതികാരം ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ പ്ലാനിങ് റോങ് ആണ് MLA സാർ. ഏട്ടന്റെ കുടുംബമാണ് ഏട്ടന്റെ ബലം. കുടുംബം എന്ന് പറഞ്ഞ ഏട്ടന് ജീവനാ. കുടുംബത്തിലുള്ളവർക്കും ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ഇവർക്ക് അറിയാൻ പറ്റില്ല സുന്ദരേ. അതിനൊക്കെ ഒരു സമയം വരും. അപ്പോൾ സംസാരിക്കാം. വരും. വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഡ്യൂട്ടിയാ ചെയ്തത്. നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. അവന്റെ ഡ്യൂട്ടി അവൻ ചെയ്തെങ്കിൽ പിന്നെ ഞാനെന്താണോ ചെയ്യുന്നത്? പാടോ. രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ വസു ഇതുവരെ മടങ്ങി വന്നില്ലല്ലോ. അഭിക്ക് ജാമ്യം കിട്ടിയോ എന്തോ? MLA സാർ ഉള്ളപ്പോ അബിയേട്ടന് എങ്ങനെ ജാമ്യം കിട്ടാനാ? തന്റെ MLA പദവി പോയാലും ശരി, അബിയേട്ടന് ജാമ്യം കിട്ടാതെ തടയുമെന്ന് MLA അങ്കിൾ പറഞ്ഞു.
എന്ന് വെച്ചാ അബിക്ക് ശരിക്കും ജയിലിന് പുറത്തിറങ്ങാൻ പറ്റില്ലെന്നല്ലേ അർത്ഥം? നമ്മളെ സഹായിച്ച അബിയും വസുവും സ്റ്റേഷനിൽ പോയി കഷ്ടപ്പെടുന്നു. നമ്മളാണെങ്കിൽ വീട്ടിലിരിക്കുക. വിഷമിക്കാതിരിക്കമ്മേ, അബി തീർച്ചയായും ജാമ്യത്തിൽ ഇറങ്ങി വരും. ഇന്ന് തന്നെ അബി വീട്ടിലേക്ക് വരും, നോക്കിക്കോ. അവരാണെങ്കിൽ അബി വരൂന്ന് പറയുന്നു, ഇവരാണെങ്കിൽ ഇറങ്ങില്ല എന്ന് പറയുന്നു. ശരിക്കും അബി പുറത്തിറങ്ങി വരുമോ ഇല്ലയോ? വരില്ല ഇളയമേ. എന്ത് സംഭവിച്ചാലും വരില്ല. എന്നാ പിന്നെ അബി വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ MLA പറഞ്ഞതുപോലെ നിന്റെ അച്ഛനെയും അമ്മയെ കൊണ്ട് പറയിച്ച് അബിയെ കൊണ്ട് ഒപ്പ് വാങ്ങിക്കുന്ന കാര്യം വേഗം ചെയ്യാൻ നോക്ക്. അമ്മേ, അച്ഛാ, ഭാവനെ അബിക്ക് ജാമ്യം കിട്ടിയെന്ന് ദാ വസു ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ശരിയാണോ ഭാസ്കർ? അബി വീട്ടിലേക്ക് വരുന്നുണ്ടോ? അവൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ഭാവനെ, ഉടനെ ആരതി എടുക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. അതുപോലെ അബിക്ക് കുളിക്കാനുള്ള വെള്ളവും ചൂടാക്ക്. സ്റ്റേഷനിലായിരുന്നപ്പോ എന്ത് കഴിച്ചോ എന്തോ. അബിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അബി ഇന്ന് തന്നെ വീട്ടിലേക്ക് വരുമെന്നുള്ള വിശ്വാസത്തില് ഓൾറെഡി അബിക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടമ്മേ. എന്നാ പിന്നെ ഞാൻ ആരതി ഒഴിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ അമ്മേ. എടാ, അബിക്ക് ജാമ്യം കിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? ദേ, നീയല്ലേ പറഞ്ഞ അബി വീട്ടിലേക്ക് വരില്ലെന്ന്? വാ തുറന്ന കൊള്ളം മാത്രമേ പറയല്ലേ, ഒരു സത്യവും പറയില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ പോയപ്പോ അബിയേട്ടന് ജാമ്യം കിട്ടാത്ത അവസ്ഥയായിരുന്നു ഇളയമേ. ഞങ്ങൾ വന്നതിന് ശേഷം അവിടെ എന്ത് മായജാലമാണ് നടന്നതെന്ന് അറിയില്ല. അബി വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ഇനി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ പൊടി കലർത്തിയ നമ്മളാണെന്ന് അബി അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ നമ്മുടെ 3 പേരുടെ എല്ലൊടിച്ച് പട്ടിക്കിട്ട് കൊടുത്തെന്ന് വരും. അബി, 1 മിനിറ്റ് നിന്നേ മോനെ. ഭാവനെ, വേഗം വാ. എന്തിനാ അമ്മ ഇതൊക്കെ? എത്ര ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞൂന്നറിയില്ല.
ഒരു കാരണവും ഇല്ലാതെയാ സ്റ്റേഷനിൽ പോകേണ്ടി വന്നത്. ദൃഷ്ടി ഒഴിയണം അബി. കഷ്ടപ്പെട്ട് നിന്നെ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത് വസുവാ. ഇവൾക്കും ആരതി ഒഴിയണം. വാ മോളെ. അഭി, ഞങ്ങൾ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ. കണ്ടില്ലേ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാ ഞാൻ അങ്ങനെയല്ല. നീ സ്റ്റേഷനിലേക്ക് പോയ ശേഷം ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയൂ.